Okay, okay, Okay. Okay. This call is now being recorded. Assalamu alaikum wa rahmatullah. Bismillah walhamdulillah. Salatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. ഓക്കെ, കുറെ നീട്ടി ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് സമയം വൈകിപ്പിക്കുന്നില്ല. നമ്മുടെ PYQ ഡിസ്കഷൻ അൽഹംദുലില്ലാ ബ്രൈറ്റ് അക്കാദമിന്റെ PYQ ഡിസ്കഷൻ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അജു സാർ പറഞ്ഞ പോലെ തന്നെ PPT ഈ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് തന്നെ വളരെ സന്തോഷം തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാല് അക്കാദമിയുടെ നമ്മുടെ ക്ലാസ്സുകൾ അതേ രൂപത്തിൽ തന്നെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് നടത്തിയ അതേ രൂപത്തിൽ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം നമ്മുടെ അക്കാദമിയുടെ നോട്ടുകളും ക്ലാസ്സുകളൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവുകളാണ്. ഈ വിഷയം മാത്രമല്ല, കഴിഞ്ഞപ്പോ അറബിക് ഗ്രാമറിന്റെ ക്വസ്റ്റ്യൻസും ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീണ്ടും നമ്മളെ അക്കാദമിക് കീഴിൽ തന്നെ നമ്മൾ ആവർത്തനം നടത്തിയ വിഷയങ്ങൾ എന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ സെഷന് നമുക്ക് അറബിക് ലിറ്ററേച്ചർ അറബിയായിട്ട് ബന്ധപ്പെട്ട അദബിന്ന് ഉള്ള ഒരു പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാറ്റഗറി 3യും അതുപോലെ തന്നെ കാറ്റഗറി 4ഉം 2 കാറ്റഗറി എന്നുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഈ വോയിസിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും വോയിസിൽ വരണം. ടെക്സ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കാണാൻ കഴിയില്ല. ഓക്കെ, ഇപ്പൊ രണ്ടും ക്ലിയർ അല്ലേ സാറേ? വോയിസും സ്ക്രീനും മൈക്കും സ്ക്രീനും ഒക്കെ സാർ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പോ കഴിഞ്ഞ നവംബർ 2024 നടന്ന കാറ്ററ്റ് എക്സാമിന്റെ ഡിസ്കഷനാണ് നമ്മൾ ആരംഭിക്കുന്നത്. അന്നസ്റുൽ അറബി ഫിൽ അസ്റിൽ അബ്ബാസി. ഓക്കെ, അബ്ബാസി കാലഘട്ടത്തിലുള്ള നെസർ നമുക്കറിയാം, ഷിയർ ഉണ്ട്, അതുപോലെ നെസർ ഉണ്ട്. നെസറിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. നിങ്ങൾ ഓരോ ടൈം എക്സാം എഴുതാണ്, ആൻസർ കീ നോക്കിയതാണ്, എന്നാലും നമുക്കൊന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഫത്തുഹുൽ ബാരി കിതാബുൻ ഫി. ഫത്തുഹുൽ ബാരി എന്ന കിതാബ് ഏത് വിഷയത്തിലുള്ള കിതാബാണെന്നുള്ളതാണ്. തഫ്സീറിലാണോ, താരീഖിലാണോ, ഹദീസിന്റെ ഷറഹാണോ, അല്ലെങ്കിൽ ഫിഖ് ആണോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാനൊരു തവണ അബ്ബാസി ലിറ്ററേച്ചർ കഴിഞ്ഞ കാറ്റഗറി എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ പ്രധാനപ്പെട്ട കിതാബുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊരാൾ എഴുതിയ ഇപ്പൊ ഹദീസിലുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങള്, തഫ്സീറിലുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങള്, ഫിഖ്ഹിലുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു കിതാബിന്റെ പേര് തന്നിട്ട് ഇതിന്റെ മൗളു ഇത് ഏത് ഫന്നിൽ പെട്ടതാണെന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം ഫത്തുഹുൽ ബാരി എന്ന കിതാബ് ഷറഹുൽ ഹദീസ് അല്ലെ, നമ്മുടെ ബ്രൈറ്റിന്റെ ക്ലാസിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. കിതാബുൻ ഫി ഷറഹി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹായിട്ടുള്ള കിതാബ് ഏതാണ് എന്ന ചോദ്യത്തിന് അങ്ങനെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫത്തുഹുൽ ബാരിയാണ് അല്ലെ. അപ്പൊ ഫത്തുഹുൽ ബാരി ഏതാണ്? സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹായിട്ടുള്ള കിതാബാണ്. ഓക്കെ, ആരാണ് ഫത്തുൽ ബാരി എഴുതിയിട്ടുള്ളത്? ഇബ്നു ഹജർ അസ്കലാനി. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഫത്തുൽ ബാരി എന്നുള്ളത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഗ്രന്ഥമാണ്. അത് സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹാണ്. അത് എഴുതിയിട്ടുള്ളത് ഇബ്നു ഹജർ അസ്കലാനിയാണ്. ഹുവ ഷിഹാബുദ്ദീൻ അബുൽ ഫദൽ അഹ്മദ് ബിൻ അലി. ഇബ്നു ഹജർ അസ്കലാനിയുടെ പൂർണ്ണമായിട്ടുള്ള നെയിമാണ് ഷിഹാബുദ്ദീൻ അബുൽ ഫദൽ അഹ്മദ് ബിൻ അലി. ഹുവ മുഹദ്ദിസുൻ ആലിമുൻ മുസ്ലിം മിൻ മദ്ഹബി ഷാഫിഈ. അതായത് ഷാഫിഈ മദ്ഹബിലുള്ള ഒരു മുസ്ലിം പണ്ഡിതനും അതുപോലെ തന്നെ വളരെ ഹദീസ് പണ്ഡിതനും കൂടിയാണ് ഇബ്നു ഹജർ അസ്കലാനി. ഉലിദ ഫിൽ ഖിസ്ത്വാത്ത് വ തൂഫിയ ഫിൽ ഖാഹിറ. ഖിസ്ത്വാത്തിൽ അദ്ദേഹം ജനിച്ച് കൈറോയിലാണ് അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. ലുഖിബ ബിശൈഖുൽ ഇസ്ലാം വ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. അപ്പോൾ ഇതൊരു പുതിയ പോയിന്റ് ആണ്. അതായത് ഷെയ്ഖുൽ ഇസ്ലാം എന്ന ലഖബിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതോടൊപ്പം അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, ഹദീസിന്റെ വിഷയത്തിലെ അമീറുൽ മുഅ്മിനീൻ എന്ന ഒരു പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്, ഇബ്നു ഹജർ അസ്കലാനി. ഓക്കെ,
നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പിന്നെ ക്ലാസ് അല്ല, കാരണം ഇത് നമ്മുടെ അക്കാദമിന്റെ പിന്നെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല, PYQ ഡിസ്കഷൻ ആണ്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ നമുക്ക് കഴിയുള്ളൂ. ഓക്കെ, അദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് നുസ്ഖത്തുൻ നദർ, അതുപോലെ ഫത്തുഹുൽ ബാരി ഫി ശറഹി സ്വഹീഹുൽ ബുഖാരി. ഓക്കെ, അപ്പൊ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇത് ഫത്തുഹുൽ ബാരി എന്നുള്ളത്. ഇതോടൊപ്പം ചോദിക്കാണ്, ഔനുൽ ബാരി എഴുതി ആരാന്നറിയോ? ഔനുൽ ബാരി ഇതേപോലെ ആർക്കെങ്കിലും അറിയാം? ഓക്കെ, നമ്മുടെ അദബുൽ ഹിന്ദിലെ ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചറിൽ ഉള്ള ആളാണ്. അപ്പൊ അതും ഇത് തന്നെയാണ് സംഭവം കേട്ടോ. ഔനുൽ ബാരി ഇത് തന്നെയാണ്. ഏതാണ്? ഇതിന്റെ ഹദീസ് പരമായിട്ടുള്ള ഒരു കിതാബാണ്. ഓക്കെ, അശ്ശിഅറുൽ അറബിയിൽ ഹദീസ്, പിന്നെ മോഡേൺ അറബിക് കവിതയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ, ആ ഭാഗത്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ആയിഷ തൈമൂരിയ ഷാഇറത്തുമിൻ, ആയിഷ തൈമൂരിയ ഏത് രാജ്യക്കാരിയാണെന്നാണ് ചോദ്യം. ജസാഇർ ആണോ, ലിബിയ ആണോ, ലബനാൻ ആണോ, മിസ്ർ ആണോ എന്നുള്ളത്. ഓക്കെ, ഈ ചോദ്യവും നമ്മുടെ അക്കാദമി നമ്മൾ കൃത്യമായിട്ട് അന്ന് അനലൈസ് ചെയ്തായിരുന്നു. ഇതാണ് ആയിഷ തൈമൂരിയ. ഞങ്ങൾക്ക് കാണാം, സ്ക്രീൻഷോട്ട് കാണാൻ കഴിയും. നമ്മളെ അന്നത്തെ പ്രധാനപ്പെട്ട സലാഹ് അബ്ദുൽ സബൂർ അല്ലെ, അഹമ്മദ് ഷൗക്കി, അഹമ്മദ് മുഹരിം, അങ്ങനെയൊക്കെയുള്ള എല്ലാ ആളുകളുടെയും പിന്നെ രാജ്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കവിയെ കിട്ടില്ല, ആ കവി ഏത് രാജ്യത്ത് ഉള്ള കവിയാണ്, അതുപോലെ ആ കവി അവരുടെ പ്രധാനപ്പെട്ട കവിതകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കേട്ടറ്റിന് ഈ രൂപത്തിൽ പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് കേട്ടറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്രാവശ്യം 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ മിസ്സായ ആളുകൾ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേട്ടറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ കുറിച്ചിട്ട് A to Z പഠിക്കുക എന്നുള്ളതല്ല. A to Z പഠിക്കേണ്ടത് നമ്മൾ നെറ്റ് എക്സാമിനാണ്. ഉദാഹരണം പറഞ്ഞാൽ അഹമ്മദ് ഷൗക്കിയെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം പഠിച്ചാൽ മതി? അഹമ്മദ് ഷൗക്കി ഏത് രാജ്യക്കാരനാണ്, ജനിച്ച വർഷം, അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പിന്നെ കവിതകളൊക്കെ ഉണ്ട്, അതിന്റെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ആ രൂപത്തിലാണ് കേട്ടറ്റിന് ഒരുങ്ങേണ്ടത്. നിങ്ങൾ ആയിഷ തൈമൂര്യന്റെ വരുമ്പോൾ ഇപ്പൊ ചോദ്യം കണ്ടില്ലേ, ആയിഷ തൈമൂര്യ ഷാഇറത്തുമിൻ, പിന്നെ എവിടെയുള്ള കവിയാണെന്നുള്ളതാണ്. ഓക്കെ, മിസ്റാണ്. അപ്പൊ ആ രൂപത്തിൽ ഓരോ കവിയെ കിട്ടിയാൽ ഏത് രാജ്യക്കാരനാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ആയിഷ തൈമൂരി അറിയാം, 1840 ജനിച്ച 1902 പിന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ഷാഇറത്തു മിസ്രിയ ഫിൽ കാഹിറ, മിസ്രി പോയറ്റാണ്, കൈറോയിലാണ് ജനിക്കുന്നത്. പിന്നെ ഉഖ്തു അഹ്മദ് തൈമൂറിന്റെ സഹോദരിയാണ് അത്. അവര് അതുപോലെ മകള് മരണപ്പെട്ടിട്ടുണ്ട് 7 വയസ്സായ സമയത്ത്. അങ്ങനെ ഒരു മർസിയത്തൊക്കെ എഴുതിയിരുന്നു, ബിൽത്താ കബ്ദി എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എന്റെ കരളിന്റെ കഷ്ണമായ മോളെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മർസിയത്തൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അവരുടെ ദീവാനാണ് ഇപ്പൊ നമ്മൾ ആ പിക്ചർ കൊടുത്തിട്ടുള്ളത്, ഹെലിയത്തു തിറാസ് എന്ന് പറയുന്നത്. ഹെലിയത്തു തിറാസ് അത് പിന്നെ അവരുടെ ദീവാനാണ്. അപ്പോ ഈ ആയിഷ തൈമൂര് ചിലപ്പോൾ അടുത്ത എക്സാം ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഹെലിയത്തു തിറാസ് അത് ആരുടെ ദീവാനാണെന്നുള്ളത്. പ്രധാനപ്പെട്ട കിതാബുകൾ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് ഈ ചോദ്യം ഞാൻ ഒരിക്കലും മറക്കൂല, കാരണം ഞാൻ കേട്ടറ്റ് ക്രാക്ക് ചെയ്തത് 2023 ആ 23 പിന്നെ അന്ന് ഞങ്ങൾക്ക് ചോദിച്ച ചോദ്യം തന്നെ ഇതേ ബൈത്താണ്, അതേ ചോദ്യം തന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതിന് മനസ്സിലാവുന്നത് നമ്മൾ PYQ അനലൈസ് ചെയ്യല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുംലിൽ മുഅല്ലിം വഫീഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല സ്വാഹിബു ഹാദൽ ബൈത്ത്. ഈ ബൈത്തിന്റെ സ്വാഹിബ് ആരാന്നുള്ളത് നമുക്കറിയാം, അഹമ്മദ് ഷൗക്കിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്താണ് കുംലിൽ മുഅല്ലിം വഫീഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല എന്നുള്ളത്. അപ്പൊ നമ്മൾ PYQ നന്നായിട്ട് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഓക്കെ, ഈ ചോദ്യമൊക്കെ നമ്മൾ അന്ന് ക്ലാസ്സിൽ പിന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അഹമ്മദ് ഷൗക്കി അറിയാം, അഹമ്മദ് ഷൗക്കിയെ കുറിച്ച് പഠിക്കാത്ത ഒരു എക്സാം നമ്മളെ എക്സാമിൽ ഉണ്ടാവരുത്. എല്ലാ എക്സാമിനും വരുന്ന ഒരേ ഒരാളാണ് അഹമ്മദ് ഷൗക്കി. 1868 ജനിച്ച് 1932 മരണപ്പെട്ടു. 1932 മരണപ്പെട്ട വേറൊരു സാഹിത്യകാരൻ കൂടി ഉണ്ട്, ആരാന്നറിയോ? ഹാഫിൽ ഇബ്രാഹിം. ഹാഫിൽ ഇബ്രാഹിം. ഓക്കെ, ഹാഫിൽ ഇബ്രാഹിം സംഭവം അഹമ്മദ് ഷൗക്കി ജനിച്ചതിന് ശേഷമാണ് ഹാഫിൽ ഇബ്രാഹിം ജനിക്കുന്നത്. എന്നാണെന്നറിയോ? 1800
എഴുപത്തിരണ്ടില്. 72, 71 എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, സംഭവം ഹാഫിൽ ഇബ്രാഹിം ആണ് എന്ത് ചെയ്യുന്നത്, വൈകി ജനിക്കുന്നത്. പക്ഷെ ആദ്യം മരിക്കുന്നതും ആരാണ്? ഹാഫിൽ ഇബ്രാഹിം അല്ലേ? ആണോ? അതറിയാർക്കെങ്കിലും? ആദ്യം ജനിക്കുന്നത് അഹമ്മദ് ഷോക്കിയാണ്, പക്ഷെ ആദ്യം മരിക്കുന്നത് അഹമ്മദ് ഷോക്കിയാണോ അതോ ഹാഫിൽ ഇബ്രാഹിം ആണോ? ഹാഫിലാണ് മരിക്കുന്നത്. അങ്ങനെ പഠിക്കാം. ആദ്യം ജനിച്ച ആളല്ല ആദ്യം മരിക്കുന്നത്. ആദ്യം ഒരു 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, 3-4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ആദ്യം മരിക്കണത് ആരാണ്? ഹാഫിൽ ഇബ്രാഹിം ആണ്. ഓക്കെ, അത് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അഹമ്മദ് ഷോക്കി നമുക്കറിയാം ഷായർ മിസ്രിയാണ്, മിസ്രി പോയറ്റ് ആണ്. ലുക്കിബബി അമീർ ഷുറ ഫിൽ ഹദീസ്, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം അമീർ ഷുറ ആണെന്നുള്ളത് എല്ലാവർക്കും അത്രയ്ക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അല്ലെ. പിന്നെ 1927 അദ്ദേഹത്തിന് ഇങ്ങനെ അമീർ ഷുറ എന്നൊരു ഈ പേരൊക്കെ വന്നത്, ലക്കബ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ അബൂഹു യുനാനിയൻ, ഒരു ഗ്രീക്കുകാരനാണ് ഉപ്പ, അല്ലെങ്കിൽ കുർദി എന്നൊക്കെ പറയുന്നുണ്ട്. ഉമ്മ എന്താണ്? തുർക്കിയാണ്. നശവ തറബി കനഫി ജദ്ദത്തിഹി ലി ഉമ്മിഹി ഫി കസ്ൽ ഹുദൈബി ഇസ്മായിൽ. ഹുദൈബി ഇസ്മായിലിന്റെ കൊട്ടാരത്തില് അവരുടെ ഉമ്മാന്റെ പിന്നെ അങ്ങനെ ഉള്ള ജദ്ദത്തായിട്ടുള്ള അവരുടെ ശിക്ഷണത്തിലൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ അഹമ്മദ് ഷോക്കി വളർന്നിട്ടുള്ളത്. അവരുടെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ്വലു റഈസിൽ ജമാഅത്ത് അപ്പോളോ, ജമാഅത്ത് അപ്പോളോയുടെ ആദ്യത്തെ നേതാവ് അഹമ്മദ് ഷോക്കി ആയിരുന്നു. അതുപോലെ തന്നെ മദ്രസുൽ ലഹിയ, നമുക്കറിയാം മദ്രസുൽ ലഹിയന്റെ അതിലുള്ള മെമ്പറായിരുന്നു അഹമ്മദ് ഷോക്കി. അതോടൊപ്പം ഷിയറു തംസീലി, ആദ്യമായിട്ട് ഷിയറു തംസീലി എഴുതിയ ആളായിരുന്നു. റായിദുൽ മസ്റഹത്തു ഷിയരിയ, മസ്റഹത്തു ഷിയരിയയുടെ റായിദ് എന്നറിയപ്പെട്ട ആളായിരുന്നു. ഈ അഹമ്മദ് ഷോക്കിക്ക് ശേഷം ഈ മസ്റഹത്തു ഷിയരിയന്റെ റായിദ് എന്നറിയപ്പെട്ട ഒരാളുണ്ട്, റായിദ് സാനി എന്നറിയപ്പെടുന്ന ആളുണ്ട്. ആരാന്നറിയോ? മസ്റഹത്തു ഷിയരി ആരാണ്? അസീസ് ബാലാണ്. ഓക്കെ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്. അങ്ങനെ ഈ ഹുദൈബി ഹുദൈബി തോഫിക്ക് അദ്ദേഹത്തിനെ ഫ്രാൻസിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അലാ റഫഖത്ത് ഹീലി ദിറാസത്തിൽ ഹുക്കൂക്ക്, ലോ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ നിന്ന് സ്പെയിനിലേക്ക് നാട് കടത്തുന്നുണ്ട് 1915. പിന്നെ അദ്ദേഹം 1919 അവിടുന്ന് മടങ്ങുന്നുണ്ട്. പിന്നെ അദ്ദേഹം നമുക്കറിയാം അക്കാദിന്റെ കിതാബ് ഉണ്ടല്ലോ, ദീവാനു ഫിൽ അദബി വൻ നഖ്ദ്, മദ്രസ് ദീവാനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണല്ലോ ദീവാനു ഫിൽ അദബി വൻ നഖ്ദ്. ആ ഗ്രന്ഥത്തിനെ പറ്റിയിട്ട് അദ്ദേഹം അക്കാദിനുമായിട്ടൊക്കെ എന്താ ഏറ്റുമുട്ടുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ഒരു ദീവാനു ഷിഅർ ഉണ്ട്, അത് 4 ജുസുകളാണ്. അതിന്റെ പേര് ഷൗക്കിയാത്താണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഷൗക്കിയാത്ത് എന്നത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം എന്താണ് ഷൗക്കിയാത്ത് എന്ന് പറഞ്ഞാൽ അഹമ്മദ് ഷൗക്കി എഴുതിയതാണ്. പക്ഷെ അത് പഠിക്കേണ്ടതാണ്. അത് എത്ര ജുസുകളാണെന്നുള്ളത് 4 ജുസുകളാണ്. 1928 അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത്. അത് ഇങ്ങനെ പഠിച്ചാൽ മതി. 927 അദ്ദേഹത്തിന് അമീർ ഷുറ എന്നൊരു പേര് കിട്ടിയത്. ആ പേര് കിട്ടിയ ഇങ്ങനെ പഠിച്ചാൽ മതി. 920 അമീർ ഷുറ മെയിൻ ആയല്ലോ. അപ്പൊ നമ്മളിപ്പോ മെയിൻ ആകുമ്പോ നമ്മളിപ്പോ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമൊക്കെ ഇറക്കണ്ടേ. അപ്പൊ അദ്ദേഹം പിറ്റത്തെ വർഷത്തിൽ എന്ത് ചെയ്താണ്, ഒരു ദീവാൻ നമ്മളെ പേരിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളക്ട് ചെയ്ത് പഠിച്ചാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് എക്സാമിന് അതിന്റെ വർഷങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഷൗക്കിയാത്ത് 4 ജുസുകളും അദ്ദേഹത്തിന്റെ ദീവാനു ഷിയറാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മസ്റഹത്തു തംസീൽ നമുക്കറിയാം, റായിദു മസ്റഹത്തു തംസീൽ, ആദ്യമായിട്ട് മസ്റഹത്തു തംസീലിയൊക്കെ എഴുതിയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏതൊക്കെയാണ്? മസ്റഹു ക്ലിയോപാട്ര, അതുപോലെ മജ്നു ലൈല, കിംബീസ്, അലീബക്കുൽ കബീർ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മസ്റഹത്തു തംസീലിയാണ്. അല്ല അൻഫറ, അസിത്തു ഹുദ, പിന്നെ അമീറത്തുൽ ഉന്ദുലുസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ മസ്റഹികളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബൈത്തുകളാണ് നമുക്ക് എക്സാമിന് വന്നിട്ടുള്ളത്. കുംലിൽ മുഅല്ലിം ഫീഹി തബ്ജീല ഖാദൽ മുഅല്ലിം അയ്യകുന റസൂല, സലാമു ഹാലി ബിഷാദ്, സലാമു വാസിൽ ബുർദ്. ഇത് അദ്ദേഹം ഗാന്ധിയെ കുറിച്ചിട്ട് അല്ലെ, വാസിലുൽ ബുർദോ അങ്ങനെ പേര്, പിന്നെ മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് കവിത എഴുതിയ ആളാണ് ആര്? അഹമ്മദ് ഷോക്കി. അപ്പൊ അങ്ങനെയും ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഗാന്ധി എന്ന് വരുന്ന ബൈത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വാസിലുൽ ബുർദ് എന്നൊക്കെ പറയുന്നത് ഗാന്ധിയെ കുറിച്ചിട്ടാണ്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് അഹമ്മദ് ഷോക്കി എഴുതിയ ബൈത്തുകളാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്, ഹുവ ലുഖിബാബി ഷാഇർ നെയിൽ അല്ലെ, ഷാഇർ നെയിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ലക്കബുള്ള
പിന്നെ കവി ആരാണ്? നമുക്കറിയാം ഹാഫിൽ ബക്ക് ഇബ്രാഹിം ആണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയില്ലേ? നമ്മൾ അന്ന് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകളാണ്. മൻ ഹുവ ഷാഇറുന്നീൽ, ആരാണ് ഷാഇറുൻ? അതേ ചോദ്യം തന്നെയാണ്. ഹുവ ലുക്കിബ ബി ഷാഇറുന്നീൽ എന്നറിയപ്പെട്ട ആളാരാണ്? ഹാഫിൽ ബക്ക് ഇബ്രാഹിം ആണ്. കാരണം ഹാഫിൽ ഇബ്രാഹിമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് എന്ത്? അദ്ദേഹത്തിന് ഷാഇറുന്നീൽ എന്നിട്ടുള്ള ഒരു ലക്കബ് ഉണ്ട് എന്നുള്ളത്. അദ്ദേഹം ഷാഇറു മിസ്രിയാണ്. ഉലിദ ഫി സഫീനത്തി ദഹബിയ കാനത്ത് തർസുല ഷാഇറുന്നീൽ. അതായത് അദ്ദേഹം ഒരു കപ്പലിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അത് വളരെ ഒരു വിചിത്രമായിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. കപ്പലിലൊക്കെ ജനിക്കുന്ന ഒരാളാണ് ആരുടെ? ഹാഫിൽ ഇബ്രാഹിം. അതുപോലെ തന്നെ അദ്ദേഹം ഷാഇറുന്നീൽ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് മറ്റു ലക്കബുകൾ ഉണ്ട്. ഷാഇറുൽ മുജ്തമ ഉണ്ട്, ഷാഇറു ഷുഐബ് ഉണ്ട്, ഷാഇറുൽ മുത്തഹമ്മസ് ഉണ്ട്. അങ്ങനെ കുറെ ലക്കബുകൾ അദ്ദേഹത്തിനുണ്ട്. ഇതിൽ ഷാഇറുൽ മുജ്തമാവും ഷാഇറു ഷുഐബും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇപ്പൊ അങ്ങനെ അടുത്ത എക്സാമിന് അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം മിസ്രി പോയറ്റാണ്. ഇനി നിങ്ങളോട് അടുത്തൊരു സജഷൻ പറയാണ്. ഇപ്പൊ നമുക്ക് ഈ രാജ്യങ്ങളെ കുറിച്ച് പഠിക്കാനേ, നമുക്കറിയാം നമ്മള് അറബി ലിറ്ററേച്ചറിൽ നമ്മൾ കവികളെ അല്ലെങ്കിൽ പിന്നെ നോവലാണെങ്കിലും ഏതാണെങ്കിലും അതിലൊരു 90% ആളുകളും മിസ്റിലായിരിക്കും. നമ്മൾ അധികം ആൾക്കാരെടുത്ത് നോക്കിയാലും മിസ്റിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? മിസ്ർ അല്ലാത്ത രാജ്യക്കാർ ആരൊക്കെ അത് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൾക്കാരെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മിസ്റിൽ അധികം ആൾക്കാരുള്ളത് മിസ്ർ അല്ലാത്ത രാജ്യക്കാർ എന്ത് ചെയ്താൽ മതി? പഠിക്കായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഓക്കെ, അദ്ദേഹം മദ്രസുൽ ഹറബിയ എന്ന പേരിൽ വിദേശത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് അബ്ദുൽ സ്വാധീനം ഉണ്ടായിട്ടുള്ള ആളാണ് ആരെ? ഹാഫിൽ ഇബ്രാഹിം. അദ്ദേഹത്തിന്റെ രചനകളാണ് അൽ മൂജസു ഫിൽ ഇഖ്തിസാദി സിയാസി. ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഖലീൽ മസ്രാനോടുകൂടെ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഏത്? അൽ മൂജസു ഫിൽ ഇഖ്തിസാദി സിയാസി എന്നുള്ളത്. 5 ജുസുകളാണ്. പിന്നെ ദീവാനു ജംഅഹു വ നഫ്സു അല്ലെ? അതായത് പിന്നെ അദ്ദേഹത്തിന് 3 ജുസുകളുള്ള പിന്നെന്തുണ്ട്? ദീവാനുണ്ട്. അൽ ബുഅസ ഉണ്ട്. അത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അൽ ബുഅസ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കസീദകൾ വളരെ പ്രധാനപ്പെട്ട കസീദയാണ് ലയാലി സിത്തീഹ്. അതൊരു സോഷ്യൽ എന്താ പറയാ ഒരു വിമർശനം ആയിട്ട് വളരെ വിപ്ലവമൊക്കെ ഉണ്ടായൊരു പിന്നെ കസീദയാണത്. ആ കസീദ കാരണം നാട്ടിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ലയാലി സിത്തീഹ് എഴുതിയിട്ട്. പിന്നെ ഹാലത്തുൽ ലുഗത്തുൽ അറബിയ, കസീദു ദൻഷുവായി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കസീദകളാണ്. ഓക്കെ, ഹാഫിൽ ഇബ്രാഹിമിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഇനി പിന്നെ ധനുഷുവായി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ധനുഷുവായി കസീദ് ധനുഷുവായി വേറെ ഏതെങ്കിലും കവികൾക്കുണ്ടോന്ന്? ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാഫിൽ ഇബ്രാഹിമിന്റെയാണ്. കാരണം ഇദ്ദേഹമായിട്ടൊക്കെ ധനുഷുവായി ഒരു സംഭവമല്ലേ. അഹമ്മദ് ഷൗക്കിക്കുണ്ടോ? അഹമ്മദ് ഷൗക്കിക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഈ പിന്നെ ഈ കസീദ പ്രധാനപ്പെട്ട നമ്മള് ഈ കസീദായിട്ട് പറയുമ്പോൾ അതിൽ ഏറ്റവും ബന്ധമുള്ളത് ഈ ഹാഫിൽ ഇബ്രാഹിമാണ്. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ അഹമ്മദ് ഷൗക്കിക്കും ഉണ്ടായിരിക്കാം. ഇപ്പൊ മിസ്റിലായിരുന്നല്ലോ. ഓക്കെ, അത് ഉണ്ടെങ്കിൽ എന്താവും നോക്കട്ടെ, എന്തെങ്കിലും ഗ്രൂപ്പിൽ അറിയിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ അടുത്തത് ചേർന്ന് വന്ന ചോദ്യമാണ്. ഇഷ്തഹറത്ത് നാസിക്കുൽ മലായിക്ക ഫി മജാൽ അല്ലെ? നാസിക്കുൽ മലായിക്കനെ കുറിച്ച് അറിയാം. ഏത് പിന്നെ മേഖലയിലാണ് മഷൂറായിരുന്നത്? ഷീറുൽ തംസീലി, ഷീറുൽ ഹുർ, ഷീറുൽ കസദി, റിവായ. കാരണം നാസിക്കുൽ മലായിക്ക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മൈൻഡിൽ വരുന്ന ഒറ്റ പോയിന്റ് ആണ് എന്ത്? ഷീറുൽ ഹുർ. ഷീറുൽ ഹുറിന്റെ റായിദത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? നാസിക്കുൽ മലായിക്ക. കൃത്യമായിട്ട് അന്ന് ചോദിച്ചാണ് മിൻ ഷുറായി ഷീറുൽ ഹുർ. ഷീറുൽ ഹുറിന്റെ കവികളിൽപ്പെട്ട പിന്നെ ഒരു കവിയാണ് ആര്? നാസിക്കുൽ മലായിക്ക. എനിക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ ഏകദേശം നമ്മൾ ഈ അദബിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ബൈറ്റിന്റെ ക്ലാസ്സുകളിൽ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്താണ്. ഓക്കെ, നാസിക്കുൽ മലായിക്ക അറിയാം. 1923 ജനിക്കുന്നത്. 2007 മരണപ്പെടുന്നത്.
റായിദ് ഷിയറുൽ ഖുർറ് അല്ലെങ്കിൽ റായിദത്ത് ഷിയറുൽ ഖുർറ് എന്നറിയപ്പെടുന്ന വനിതയാണ്. ഷാഇറത്തു നാസിയത്തുൻ ഇറാഖിയത്തുൻ. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് നമ്മൾ. മിസ്ർ അല്ലാത്ത ആളുകളുടെ രാജ്യങ്ങൾ പഠിക്കാം. അപ്പൊ നാസിഖുൽ മലൈക്ക എവിടെയാണ്? ഇറാഖുകാരിയാണ്. ആക്വിലിയ എന്ന ബഗ്ദാദിലെ ആക്വിലിയ എന്ന സ്ഥലത്താണ് ഒരു ജനിക്കുന്നത്. ഹസ്രു തല ഷഹാദി മാജിസ്റ്റർ ഫിൽ അദബിൽ മുഖാറൻ മിൻ ജാമിയത്തി വിസ്കോൺസൺ. അതായത് അമേരിക്കയിലെ ഒരു വിസ്കോൺസൺ എന്ന ഒരു യൂണിവേഴ്സിറ്റി, അവിടെ നിന്ന് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ അതിലാണ് PG ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഓക്കെ, അതുപോലെ തന്നെ ഈനത്ത് ജാമിയത്ത് ബഗ്ദാദ് ജാമിയത്തുൽ ബസ്ര ജാമിയത്തുൽ കുവൈത്ത്. ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിൽ, ബസ്ര യൂണിവേഴ്സിറ്റിയിൽ, കുവൈത്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവരെന്തായിട്ടുണ്ട്? നിയമിക്കപ്പെട്ടിട്ടുണ്ട്. നാസിഖുൽ മലൈക്ക അവരുടെ പ്രധാനപ്പെട്ട ദീവാനുകളാണ്. ആദ്യത്തെ ഷീറുൽ ഖുർറിലുള്ള ആദ്യത്തെ കവിതയാണ് ഇത്, കോളറ എന്നുള്ളത്. പിന്നെ ആഷിഖത്തുൽ ലൈലി അവരുടെ പ്രധാനപ്പെട്ട ദീവാനാണ്. ഷലോയ റമാദ്, ഖറാറത്തുൽ മൂജ, ഇതൊക്കെ പ്രധാനപ്പെട്ട പിന്നെ ദീവാനുകളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് കോളറയാണ്, ആദ്യത്തെ ഷീറുൽ ഖുർറ്. പിന്നെ ആഷിഖത്തുൽ ലൈലി എന്നത് അവരുടെ ദീവാനാണ്. ഷലോയ റമാദ്, മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഷീറുൽ ഖുർറ് ചർച്ച ചെയ്ത സമയത്ത് നാസിഖുൽ മലൈക്കനെ മാത്രം ചർച്ച ചെയ്ത് പോകരുത്. അതോടൊപ്പം ചർച്ച ചെയ്യേണ്ട ആളാണ് ബദർ ഷാക്കിർ സയ്യാബ് അല്ലെ. ബദർ ഷാക്കിർ സയ്യാബ് ഷാഇറുൻ അറബിയുൻ. അറബിയുൻ, അറബി പോയറ്റാണ്. മിസ്രിയാണോ, ഇറാഖാണോ, സൂരിയാണോ, ട്യൂണിസിയാണോ അല്ലെ? അറിയാം, ഇറാഖിയാണ്. അതിങ്ങനെ പഠിച്ചാൽ മതി. ബദർ ഷാക്കിർ സയ്യാബും ഈ നാസിഖുൽ മലൈക്കൊക്കെ നമ്മൾ റായിദ് ഷിയറുൽ ഖുർറ് എന്നറിയപ്പെടുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടാൾക്കാരും ഏതാണ്? ഒരേ രാജ്യക്കാരാണ്, ഇറാഖിയാണ്. ഓക്കെ, ബദർ ഷാക്കിർ സയ്യാബ് പറയാം അഹദ് മുഅസ്സിസി ഷിയറുൽ ഖുർറ് അല്ലെങ്കിൽ റായിദ് ഷിയറുൽ ഖുർറ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അപ്പോ നാസിഖുൽ മലൈക്കനും പറയാറുണ്ട്, ബദർ ഷാക്കിർ സയ്യാബിനും പറയാറുണ്ട്. ഇനി ഓപ്ഷനിൽ നാസിഖ് മലൈക്കും ബദർ ഷാക്കിർ വരികയാണെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് നാസിഖുൽ മലൈക്ക എന്നുള്ളതാണ്. ഓക്കെ, വലിദത്ത് ഫിൽ ബസ്ര, ബസ്രയിലാണ് ജനിക്കുന്നത്, ഇറാഖിലെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഏതൊക്കെ? അസ്ഹാറു സാബില, അസാത്തീർ, ഷുഫാറുൽ കുബൂർ, ഉൻഷൂദത്തുൽ മത്തർ അല്ലെ, ഉൻഷൂദത്തുൽ മത്തർ, അസ്ഹാറു സാബില ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഷാഇറുൻ ഉഷ്തുഹിറ ഫി മജാലി ഷീറിൽ അത്ഫാൽ. അതായത് കുട്ടികളുടെ ബാലസാഹിത്യം ഉണ്ടല്ലോ, ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കവിത എഴുതുന്ന ആ മേഖലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഷായർ ആരാണ് എന്നൊരു ചോദ്യം കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആരാണ്? വാലിം മുഹനിയാണ് അല്ലെ. അദ്ദേഹത്തിനെ കുറിച്ച് അറിയാം. അദ്ദേഹം ഫിലിസ്തീൻ പോയറ്റാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ പഠിച്ചാൽ മതി. ഫിലിസ്തീൻ പോയറ്റ്. ഫിലിസ്തീനിൽ ഇപ്പൊ കുട്ടികൾ ഇതുണ്ടല്ലോ, കുട്ടികളെ നമുക്കറിയാം, കുറെ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് കുട്ടികളുമായിട്ട് ആകുമ്പോൾ അതും മൂപ്പര കവിതയും ബന്ധമുണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഷാഇറുൻ ഫിലിസ്തീനിയാണ്. അദ്ദേഹം ഷീറുൽ അത്ഫാലില് ആ മേഖലയിൽ വളരെ പിന്നെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ധാരാളം കസീദകളുണ്ട്. അതിൽ പെട്ടതാണ് ഹുബുസ് അൽ മിൽഹിലെ. ഇങ്ങനെ പഠിച്ചാൽ മതി. ഹുബുസും മിൽഹും കുട്ടികൾക്ക് എന്ത് ചെയ്യും? അദ്ദേഹം ഒട്ടിയും പിന്നെ ഉപ്പൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഷീറുൽ അത്ഫാലാണ്, വാലി മുഹനിയാണ്. പിന്നെ ഖവായിദുൽ ഇസ്ലാം, പിന്നെ മൗസിമുൽ ഫസാദ്, പിന്നെ ഉഹിബുൽ ഖൈർ, അഹബുൽ ഖൈർ, ഉഹിബുൽ ഖൈർ. ഓക്കെ, അപ്പോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കസീദകളാണ്. അടുത്തത് നമ്മളിപ്പോ ഇത്രയും നമ്മൾ ചർച്ച ചെയ്തത് ഏതാണ്? ഷിയറായിരുന്നു അല്ലെ. അഹമ്മദ് ഷൗക്കി, ഹാഫിൽ ഇബ്രാഹിം, നാസിഖ് മലൈക്ക, ബദർ ഷാക്കിർ സയ്യാബ്, ഇവരുടെയൊക്കെ നമ്മൾ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളായിരുന്നു. ഇനി നസ്റുൽ അറബിയിൽ ഹദീസ് ഉണ്ട്. അറബി മോഡേൺ അറബിക്കിലെ നസ്റിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. കാമബി തർജമത്ത് ഇല്യാദ എൽ അറബിയ അല്ലെ. ഇല്യാദ് എന്ന അത് പിന്നെ അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്നുള്ളത്. സലീമുൽ ബുസ്താനി, സുലൈമാൻ ബുസ്താനി, മുഹമ്മദ് തൈമൂർ. ഒക്കെ നമുക്കറിയാം, സുലൈമാൻ ബുസ്താനിയാണ് അത് പിന്നെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് നമ്മൾ അന്ന് നോട്ടിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിൽ കാണാൻ പറ്റും. ഹുവ അദീബൻ ലബ്നാനിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ കണ്ടോ, തറജമ അൽ ഇല്യാദ ഇൽ അറബിയ, അറബിയിലേക്ക് ഇല്യാദ് എന്നത് പിന്നെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ്. അപ്പോ നമ്മുടെ നോട്ടുകൾ അതേപോലെ തന്നെ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഓക്കെ,
അദ്ദേഹം ലബിനാൻ പിന്നെ സാഹിത്യകാരനാണ്. ലബിനാനിൽ 1856 ജനിക്കുന്നത്. അദ്ദേഹത്തിന് ആകെ ഈ പോയിന്റുകളൊക്കെ ആയിട്ട് പഠിക്കാനുള്ളത് അറബിയിലേക്ക് ഇല്ലാതാന്നുള്ളത്, പിന്നെ ഇല്ലാട് എന്ത് ചെയ്ത് അറബിയിലേക്ക് തർജ്ജമ ചെയ്തത് ഇദ്ദേഹമാണ്. ഓക്കെ, ഇനി കിസ്താൽ കസീറ ഷോർട്ട് സ്റ്റോറി, അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാല് സ്വാഹിബ് കിതാബ് നവറാത്ത് അല്ലെ. ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ വരുന്ന ആളാരാണ്? മുസ്തഫ ലുത്ഫി, പിന്നെ അൽ മംഫലൂത്തിയാണ്. ഈ മുസ്തഫ ലുത്ഫി മംഫലൂത്തി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഏത്? നബറാത്ത്. ഓക്കെ, കിതാബ് നബറാത്ത് എഴുതിയത് മംഫലൂത്തിയാണ്. ഓക്കെ, മജ്മുഅത്തുൽ മഖാലാത്തുൻ ഇജ്തിമാഇയ്യ വ സിയാസിയ്യ വ അദബിയ്യ ലി മുസ്തഫ ലുത്ഫി മംഫലൂത്തി. മുസ്തഫ ലുത്ഫി മംഫലൂത്തിയുടെ പിന്നെ എന്താണ് മജ്മുഅത്തുൽ മഖാലാത്തുൻ ഇജ്തിമാഇയ്യ വ സിയാസിയ്യ വ അദബിയ്യ, അദ്ദേഹത്തിന്റെ മജ്മുഅയായിട്ട് വരുന്നത് ഏതാണെന്നുള്ള. അപ്പൊ രണ്ട് രൂപത്തില് ഞാൻ നേരത്തെ ഇട്ട ചോദ്യം ഏതാണ്? കാറ്റഗറി 4 ചോദിച്ചതും ഇത് കാറ്റഗറി 3 ചോദിച്ചിട്ടുമാണ്. അപ്പൊ ഈ മുസ്തഫ ലുത്ഫി മംഫലൂത്തിയൊക്കെ ഞാൻ 2023 എക്സാം വരുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹമൊക്കെ സ്ഥിരമായി കേട്ടറ്റിന് ഫോക്കസ് ഏരിയയിൽപ്പെട്ട ആളാണ്. മുസ്തഫ ലുത്ഫി മംഫലൂത്തിയൊക്കെ നബറാത്താണ്. അദ്ദേഹം അറിയാം പിന്നെ മിസ്റിലാണ് മുസ്തഫ ലുത്ഫി ജനിക്കുന്നത്. അബു മിസ്രിയാണ്, ഉമ്മ തുർക്കുമാനിയാണ്. അസ്യൂത്ത് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് 1876. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഏത്? നവറാത്ത് എന്നുള്ളത്. ഹഫ്ദുൽ ഖുർആൻ കരീം, ഖുർആൻ ഇഫ്ലാക്കിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പിന്നെ മുഹമ്മദ് അബ്ദുവിന്റെ അടുത്ത് നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്ത് നവറാത്ത് നമ്മൾ പറഞ്ഞു 3 ജുസുകളാണ്. പിന്നെ അൽ ഇബറാത്ത്, ഫീ സബീലി താജ് ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള മുഅല്ലഫാത്തുകളാണ്. ഓക്കെ, ഇബറാത്തില് പിന്നെ 9 കഥകളുണ്ട്. ഓക്കെ, ഫീ സബീലി താജ് എന്നുള്ളത് ഫ്രഞ്ചിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഓക്കെ, അടുത്തത് നസ്റിൽ നിന്നിട്ടുള്ള റിവായിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, റിവായിൽ വന്നിട്ടുള്ളത് മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ. മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്ന നോവൽ എഴുതിയത് ആരാണെന്നുള്ളത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അറബിക് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട നോവലുകളുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലൊന്നാണ് മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ. അറിയാം ആരാണ്? തയ്യിബ് സ്വാലിഹി എഴുതിയിട്ടുള്ള. നമ്മുടെ നിങ്ങൾക്ക് ഫീൽഡ് കാണാൻ കഴിയും. നമ്മളെ ഇതേ രൂപത്തിൽ തന്നെ കണ്ടോ, ആ ചോദ്യം കണ്ടോ? മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ റിവായത്തുൻ അറബിയത്തുൻ മഷ്ഹൂറുൻ. അതറിയപ്പെട്ട ഒരു റിവായാണ് ആരതാണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത മറ്റൊരു ചോദ്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാമിന് വന്നതാണ് തയ്യിബ് സ്വാലിഹ്. തയ്യിബ് സ്വാലിഹ് എന്ന് പറയുന്നത് ലുക്കിബ ബി അബ്കരിയത്ത് റിവായത്തുൽ അറബിയ എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ആര്? തയ്യിബ് സ്വാലിഹി. അദ്ദേഹം സുഡാൻകാരനാണ്, സുഡാൻ പോയിട്ടാണ്, ഈ സുഡാൻ സാഹിത്യകാരനാണ്. അപ്പൊ അദ്ദേഹം ഈ സുഡാനിലൊക്കെ നമുക്ക് അറബി ലിറ്ററേച്ചർ പഠിക്കാനുള്ള ഇയാളുള്ളൂ തോന്നുന്നുണ്ട്. അങ്ങനെ ചില രാജ്യങ്ങളുണ്ട്, ആ രാജ്യത്ത് നമുക്ക് അയാളെ മാത്രമേ പഠിക്കാണ്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ പ്രത്യേക നോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ തൊയ്യിബ് സ്വാലി സുഡാൻ സാഹിത്യകാരനാണ്. പിന്നെ ഇദ്ദേഹത്തിന് പിന്നെ മോഡേൺ ക്രിട്ടിസിസ്റ്റിന്റെ ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹം അബിക്കരിയത്ത് റിവായത്തുൽ അറബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ബ്രിട്ടനിലും ഖത്തറിലും ഫ്രാൻസിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രചനയിൽപ്പെട്ട പ്രധാനപ്പെട്ട രചനയാണ് ഇത് മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്നുള്ളത്. ഇത് ലോകത്ത് തന്നെ വാഹിദത്തുൻ മിൻ അഫ്ളൽ റിവായത്തി ഫിൽ ആലം, ലോകത്തിൽ തന്നെ ഏറ്റവും മഹത്വമായിട്ടുള്ള റിവായയിൽപ്പെട്ട ഒരു റിവായാണ് ഇത്. ഇതിലെന്താന്ന് വെച്ചാല് അദ്ദേഹം നമ്മള് തേർഡ് ഡെവലപ്മെന്റ് പറയല നമ്മള് ജനറേഷൻ എന്നൊക്കെ പറയില്ലേ, അതും അതുപോലെ തന്നെ ഇനി വരാനുള്ള ലോകത്തിന്റെ ആ അവസ്ഥകളും സാംസ്കാരികപരമായിട്ടും അവിടുത്തെ നാഗരികത അങ്ങനെ വിഷയങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്, വളരെ പ്രസക്തമായിട്ട് നോവലായതുകൊണ്ടാണ് ഈ ലോകത്തെ പ്രധാനപ്പെട്ട നോവലായിട്ട് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അർസു സെയ്നി, പിന്നെ ദോമത്തു ഹാമീദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിവായയിൽ വരുന്ന അടുത്തൊരാളാണ് ആര്? നജീബ് മഹ്ഫൂദ്. നജീബ് മഹ്ഫൂദ് നമ്മളെ പിന്നെ കവിതയിൽ ഹാഫിദ് ഇബ്രാഹിം അഹമ്മദ് ഷോയ്ക്ക് പറയുന്ന പോലെ റിവായയിൽ പ്രധാനപ്പെട്ട ആളാണ് നജീബ് മഹ്ഫൂദ്. നജീബ് മഹ്ഫൂദിന്റെ റിവായയിൽ പെട്ടത്
ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അൽ ഖാഹിറത്തുൽ ജദീദ. ഓക്കെ, ഈ മഹ്ഫൂ നമുക്കറിയാം 1900 ഹലോ, വോയിസ് എന്തെങ്കിലും മിസ്സിംഗ് വന്നോ? സൗണ്ട് പോയിരുന്നു. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഒരു കോള് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, നജീബ് മഹ്ഫൂദ് 1911 ജനിച്ച് 2006 മരണപ്പെട്ട ആളാണ്. ഇദ്ദേഹവും കൈറോയിലാണ് ജനിക്കുന്നത്. ഹയ്യുൽ ജമാലിയ എന്ന സ്ഥലത്ത് കൈറോയിലാണ് ജനിക്കുന്നത്. ബൽസാഖ് മിസ്ർ എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ അബുൽ ആദാബ് തുർക്കിയൽ ഹദീസ എന്ന പേരുണ്ട്. അമീർ റിവായത്തുൽ അറബിയ എന്ന പേരുണ്ട്. റായിദ് റിവായത്തുൽ അറബിയ എന്നൊക്കെ ഇദ്ദേഹത്തിന് പേരുണ്ടായിരിക്കും നജീബ് മഹ്ഫൂദിന്. ഇദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയ നമുക്കറിയാം 1988 നോബൽ പ്രൈസ് കിട്ടിയ സാഹിത്യകാരനാണ് ആര്? നജീബ് മഹ്ഫൂദ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകളാണ് ഒന്ന്. അദ്ദേഹത്തിന്റെ സുലാസി ഉണ്ട്. ഏതൊക്കെയാണ്? അബ്സുൽ അഖ്ദാർ, റാദുബീസ്, ത്വയ്ബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ എന്തുണ്ട്, പിന്നെ ഒരു താരീഖിയത്തും സുലാസിയുണ്ട്. അതിൽ ആദ്യത്തേതാണ് അബ്സുൽ അഖ്ദാർ ആണ്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു സുലാസി ഉണ്ട്, സുലാസിയത്തുൽ കാഹിറ എന്ന് പറഞ്ഞിട്ട്. അതാണ് ബൈനുൽ ഖസ്റൈൻ, ഖസ്റു ഷൗഖ് സിക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ മജ്മുഅത്തുൽ ഖസസിയാണിത്. ഹംസുൽ ജുനൂന്, ദുനിയല്ല, അശ്ശൈത്വാനി, ഇദൽ ഫജ്റുൽ കാദിബ്. ഹംസുൽ ജുഫൂൻ ആരുടെ അറിയോ? ഹംസുൽ ജുഫൂൻ. ഓക്കെ, അത് മാറി. ഓക്കെ, ഹംസുൽ ജുഫൂനും ഹംസുൽ ജുനൂനും അത് പഠിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. എന്താ വെച്ചാല് ഹംസുൽ ജുനൂൻ എന്ന് പറയുമ്പോൾ ജീമയുടെ നൂനല്ലേ, അപ്പൊ അത് നൂന് നജീബ് മഹ്ഫൂദ് മാറ്റിയതാൽ മതി. മറ്റേത് പിന്നെ അങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. ഹംസുൽ ജുഫൂൻ മീഖായിൽ ഐമ എന്നുള്ളത്. ഓക്കെ, ഓക്കെ, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹംസുൽ ജുഫൂൻ മീഖായിലും ഐമയാണ്, ഷിവറാണ്. ഹംസുൽ ജുനൂന് നജീബ് മഹ്ഫൂദാണ്. ഹംസുൽ നുജൂമും ഉണ്ട്, ജുനൂനും ഉണ്ട്, നുജൂമും ഉണ്ട്. ആർക്ക്? നജീബ് മഹ്ഫൂദിന്. ഓക്കെ, അടുത്ത ചോദ്യം തവക്കൽ അബ്ദുസലാം കാത്തിബത്തുൻ. ഇത് 2023 ചോദിച്ചിരുന്നു. ഈ തവക്കൽ അബ്ദുസലാം കിർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. കാത്തിബത്തുൻ മീൻ കുവൈത്ത്, അമാന്, യമന്, ഖത്തർ. അറിയാം ഏതാണ്? യമനിയാണ് അല്ലെ. അയ്യത്തു തവക്കൽ അബ്ദുസലാം കിർമാൻ യമാനിയത്തുൽ ജിൻസിയ. അവരെന്താണ്? യമനിയാണ്. ഇത് 2023 ചോദിച്ചിട്ടുണ്ട്, 2024 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, തവക്കൽ കിർമാൻ 1979 ജനിക്കുന്നത്. പിന്നെ സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 2011. അതാണ് വളരെ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്. ഹസ്ലത്ത് അല ജായത്ത് നോബൽ 2011 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത മസ്രഹിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. തൗഫീഖുൽ ഹക്കീം നമ്മൾ പറഞ്ഞു. ഷിയറിൽ നമ്മൾക്ക് പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്? ഹാഫിൽ ഇബ്രാഹിം, മുഹമ്മദ് ഷൗക്കി. റിവായിൽ പ്രധാനപ്പെട്ടാണ് നജീബ് മഹ്ഫൂദ് ഒക്കെ. ഇനി മസ്രഹിയിൽ പ്രധാനപ്പെട്ട ആളാണ് തൗഫീഖുൽ ഹക്കീം അല്ലെ. തൗഫീഖുൽ ഹക്കീം വളരെ പ്രസിദ്ധനായ മസ്രഹി, കാത്തിബുൽ മസ്രഹിയാണ്. ഓക്കെ, തൗഫീഖുൽ ഹക്കീം 1898 ജനിച്ച് 1987 മരണപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, അദീബുൻ മിസ്രിയാണ്. അതോടൊപ്പം ഇസ്കന്ദറിൽ ജനിക്കുന്നത്. അദീബുൽ ബുർജുൽ ആജി, അദുബുൽ മർഅ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. റായിദുൽ മസ്റഖുൽ സിഹ്നി എന്ന പേരിൽ അറിയപ്പെട്ട ലക്കബുള്ള ആളാണ് തൗഫീഖുൽ ഹക്കീം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള മസ്റഹിയാത്തുകളാണ് അൽ മർഅത്തുൽ ജദീദ, അതുപോലെ അലി ബാബ, പിന്നെ ഷെഹർസാദ്, പിന്നെ അഹ്ലുൽ കഹ്ഫ്, പിന്നെ ഓക്കെ ഖുർആനി കഥയാണല്ലോ, അറിയാലോ അഹ്ലുൽ കഹ്ഫ്. അതിന്റെ വർഷം ഏതാ സാർ? അഹ്ലുൽ കഹ്ഫ് 1933 അങ്ങനെന്തോ അല്ലേ? ഓക്കെ, 33 എന്റെ ഓർമ്മ. അതന്നല്ലേ തോന്നുന്നുണ്ട്.
പിന്നെ അദ്ദേഹത്തിന്റെ ഇതിനുള്ള മസ്റഹുൽ മുനവ്വ സുൽത്താൻ ഷാഇർ പിന്നെ യാ തോലി ഷജറ അല്ലെ ഹാദിഹി ഷജറ എന്തറിയോ ഹാദിഹി ഷജറ അക്കാദിന്റെ നോർമല എന്താണ് ഓക്കെ ഹാദി? ഓ, ഹാദി ഷജറ ഹാദി നമ്മൾ ഇത് എന്ന് പറയില്ലേ ഹാദാ ഹാദിഹി ആ ആ ഈ ആ, മരം അറിയില്ല. ഹാദി ഷജറ ഹാദി അക്കാദിന്റെ ഷജറ ആണോ? അക്കാദിന്റെ ആണ്. അക്കാദിന്റെ അതിന്റെ മൗതുവാൻ അതാണ് ആദം നബി മറ്റേ ഇത് കഴിച്ചല്ലോ പഴം കഴിച്ചല്ലോ ഉം. ആ ഒരു കഥയാണ് ആ ഒരു സംഭവമാണ് ഹാദി ഷജറ. ഓക്കെ ആദം നബിന്റെ ആ കഥയ്ക്കാണ് എന്റെ മൗതു. ആ, പഴം സ്വർഗത്തിൽ നിന്ന് കഴിച്ച് പഴം കഴിച്ചല്ലോ. ഉം. പുറത്താക്കി. പിന്നെ യെസ് പിന്നെ സുലൈമാനുൽ ഹക്കീം ഉണ്ട്. അവന് തോഫിക്കൽ ഹക്കീം ഞാൻ കണക്ട് ചെയ്താൽ മതി. അമാമ ഷബാഖു തദാക്കുർ അൽ മലിക്കോ ദീബ്. ഈ മലിക്കോ ദീബ് എന്നുള്ളത് പീജിക്കൊക്കെ പഠിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. മസ്റഹി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മസ്റഹയാണ് മസ്റഹുൽ മുജിത്തമ. ഓക്കെ അദ്ദേഹത്തിന്റെ കഥകളും റിവായാണ് ഔദത്തുർ റൂഹ്. അതുപോലെ തന്നെ സഹറത്തുൽ ഉമർ അദ്ദേഹത്തിന്റെ സീറദാത്തിയാണ് സഹറത്തുൽ ഉമർ. പിന്നെ യൗമിയാത്തു നായിബും ഫിൽ അരിയാഫ് കുറെ സംഭവങ്ങളുണ്ട്. യുസ്ഫൂറുമിന് ഷർക്ക് തർജമത്ത് ദാത്തിയ ഇത് വളരെ പ്രധാനപ്പെട്ട യുസ്ഫൂറുമിന് ഷർക്ക് എന്നുള്ളത്. ഓക്കെ അപ്പൊ നമ്മളിപ്പോ റിവായെന്ന് വന്ന ഇതെന്താ ചോദ്യം സ്വന്തമായിട്ട് തർജ്ജമ നടത്തിയതോ ഉസ്ഫുർ മിനഷർക്ക്? തർജമ എന്നല്ല. തർജമ മീൻസ് നമ്മള് സ്വന്തമായിട്ട് എഴുതൂലേ, ആ, നമ്മളെ കുറിച്ച് തന്നെ എഴുതൂലേ, ആത്മകഥ എന്നൊക്കെ പറയില്ലേ. ഓട്ടോബയോഗ്രഫി. ബയോഗ്രഫിയ. ആ നമ്മളെ ഗാന്ധിജിന്റെ ഒക്കെ അല്ലേ അതിന്റെ അതിന്റെ പേരെന്താ അറിയോ? എന്റെ പേര് എന്റെ സത്യാന്വേഷണ ഓട്ടോബയോഗ്രഫി. പരീക്ഷണങ്ങൾ. എന്റെ സത്യാന്വേഷണ പരീക്ഷണം. യെസ് ഇതെന്താ അതന്നെ സംഭവം. കിഴക്കിൽ നിന്നൊരു കുരുവി അങ്ങനെ എന്തോ അല്ലത്? അതെ ഉസ്ഫൂർ. ഓക്കെ അപ്പൊ നമ്മൾ റിവായ അതുപോലെ കിസ്സ കത്തീറ പിന്നെ മസ്റഹിയൊക്കെ നമ്മൾ വന്നിട്ട് ചോദ്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഇപ്പൊ ചോദ്യങ്ങളൊക്കെ മനസ്സിലാവണം എന്താ വെച്ചാൽ പ്രധാനപ്പെട്ട ആളുകൾ എന്നാണ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പൊ ഷീറുകൾ കണ്ടോ, അഹമ്മദ് ഷോക്കി വന്നു, ഹാഫിൽ ഇബ്രാഹിം അല്ലെ, ഒക്കെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിച്ചു പോയാൽ സിമ്പിളായിട്ട് അതുപോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നെക്കതും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ ഇതാണ്. നക്കത് ആദ്യം വന്ന ചോദ്യം എന്താണ്, ഉസൂലു നക്കതുൽ അദബി എന്ന കിതാബ് എഴുതിയത് ആരാണ്? ഉസൂലു അൻ നക്കതുൽ അദബി. പിന്നെ നക്കതുൽ അദബിന്റെ കുറെ കിതാബുകളുണ്ട്. ഉസൂലി നക്കത് ഉണ്ട്, ഉസൂലി നക്കത് ഉണ്ട്, അങ്ങനെ കുറച്ച് കിതാബുണ്ട്. അപ്പൊ അത് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാൻ. ഉസൂലു നക്കതുൽ അദബ് ആർക്കറിയോ? ഉസൂല് ഉസൂല് ഫുസൂല് ഫാവ് ഷൗക്കി ലൈഫ് അല്ലേ? ഉസൂലുൽ ഷൗക്കി അദബാവുമ്പോ ലൈഫാണോ? ത്വഹ ഹുസൈൻ. തോഹ ഹുസൈൻ അല്ലേ? പിന്നെ അതില് ഫുസൂലു ആ, നഖ്ബ് ഷൗക്കി ലൈഫ്. ഉള്ളത് ഷൗക്കി ലൈഫ്. ഓക്കെ ഓക്കെ ഉസൂലു നഖ്ദുൽ അദബി ആരാണ്? അഹമ്മദ് ഷായിബാണ്. അത് ആ ഫസ്റ്റത്തെ ഹംസ ഉണ്ടല്ലോ, ഉസൂൽ അഹമ്മദിന് ഹംസ ഉണ്ടല്ലോ, അങ്ങനെ പഠിച്ചാൽ മതി. ഇപ്പൊ അഹമ്മദ് ഷോക്കൊക്കെ ഹംസ ഉണ്ട് കേട്ടോ, ഇപ്പൊ അതിനോട് ചോദിക്കരുത്. പക്ഷെ അഹമ്മദ് ഷോക്കിയും ഒക്കെ അങ്ങനെ എന്താണ്, കണക്ട് ചെയ്യാൻ പറ്റൂല കവിയാണ്. സാറേ. അഹമ്മദ് അമീന് അവരൊക്കെ ഹംസയാണ്. അങ്ങനെ അതല്ല പറഞ്ഞേ. പക്ഷെ അഹമ്മദ് അമീനും അഹമ്മദ് ഷോക്കിയൊന്നേ നഖ്ദില് ഉള്ള ആൾക്കാരല്ല. പക്ഷെ അഹമ്മദ് ഷാഹിബ് നഖ്ദിലുള്ള ആളാണ്, അതാ പറഞ്ഞത്. അല്ല ഹംസ വെച്ചിട്ട് വേറെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നമ്മളെ ബ്രൈറ്റ് അക്കാദമിന്റെ അജിഷായത് ഹംസ വെച്ചിട്ടല്ലേ. അപ്പൊ അതല്ല പറഞ്ഞത്. നഖദിന്റെ ആളുകൾ ഉണ്ടല്ലോ, നഖദിന്റെ കുറച്ച് ആളുകൾ അഹമ്മദ് സാഹിബ്, തോഹ ഹുസൈൻ, മീഖാൽ നൊയ്മ, അങ്ങനെ അങ്ങനെ ആളുകളുണ്ടല്ലോ. ആ ആളുകളിൽ എനിക്ക് തോന്നുന്നത് ഹംസ വെച്ച് തുടങ്ങുന്ന പേര് ഇയാളതാണ് തോന്നുന്നുണ്ട്, അഹമ്മദ് ഷാഹിബിന്റെ. ഞാൻ അങ്ങനെയാണ് ഈ ഉസൂൽ നഖദ് പഠിച്ചിരുന്നത്. അല്ലാതെ ഇതൊക്കെ കാണാൻ പഠിക്കുന്ന ഒരു പരിധി ഉണ്ട്. നമ്മളെ ഈ കിതാബുകളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം. അതാ ഏറ്റവും നല്ലത്. നമ്മളിങ്ങനെ പറഞ്ഞില്ല നല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പഠിക്കണം, ഏറ്റവും ബെറ്റർ. ഓക്കെ അഹമ്മദ് സാഹിബ് അദ്ദേഹം മിസ്രി പിന്നെ അദീബാണ്, നാക്കിദാണ്. ജബർ ബഹൂമിലാണ് ജനിക്കുന്നത്, കൈറിലാണ് മരണപ്പെടുന്നത്. അദ്ദേഹം അൽ ഉസ്താദിയ എന്ന ലക്കബ് കിട്ടിയ ഒരാളാണ്. അതായത് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഒരു ഡോക്ടർ പദവിയൊന്നും അദ്ദേഹം
പിന്നെ നേടിയിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തിന് ഉസ്താദ് പ്രൊഫസർ എന്ന ആ പേരുണ്ടല്ലോ, ഉസ്താദിയത്ത് എന്നൊരു പിന്നെ ലഖബ് കിട്ടിയ അൽ അഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിന്റെ പിന്നെ മുഅല്ലഫാത്തുകളാണ് അൽ ഉസ്ലൂബ് ഉണ്ട്. ഇതും അംസ വെച്ച് തുടങ്ങണം അല്ലെ, ഉസ്ലൂബ്. അത് പിന്നെ ദിറാസത്തുൽ ബലാഗിയ്യത്തുൻ വ തഹ്ലിയത്തുൽ ഉസൂലി അസാലിബിൽ അദബിയ, അദബിയിലുള്ള ഓരോ സ്റ്റൈലുകൾ ഉണ്ടല്ലോ, ഉസ്ലൂബുകൾ ഉണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. പിന്നെ ഉസൂലുൻ നഖ്ദുൽ അദബി നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. പിന്നെ താരീഖു ഷീറു സിയാസി ഉണ്ട്, താരീഖുൻ ഇതാണ് നുക്കാദാണ് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഷീറുൽ അറബി കസീത്തുൻ ഇലൈക്കയാ വാലിദി, ഇലൈക്കയാ വാലിദി എന്നത് ആരതാണ്? അഹമ്മദ് സാഹിബിന്റെ ആണ്. ഓക്കെ, അടുത്തത് അബ്കരിയാത്ത് അല്ലെ. അബ്കരിയാത്തിൽ മഷ്ഹൂറായിട്ടുള്ള കാത്തിബാരാണ്, സിമ്പിൾ അല്ലേ? ആരാണ്? അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് അല്ലെ. അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് എന്താണ്? മിസ്രി കാത്തിബാണ്, നാക്കിദാണ്, ഷായിറാണ്, എല്ലാം ആണ് മൂപ്പര്. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സുഡാനിലേക്കൊക്കെ ഹിജ്റ പോയിട്ടുണ്ട്, ഹിറ്റ്ലറിനൊക്കെ പേടിച്ചിട്ട്. പിന്നെ അദ്ദേഹം മദ്രസ ദീവാന്റെ റായിദിൽപ്പെട്ട ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ മുഅല്ലഫാത്തുകളൊക്കെ അബ്കരിയാത്തി എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ മഷഹൂറായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മജ്മുഅത്തു ഷീരിയാണ് പിക്ചറിൽ കണ്ടല്ലോ, വഹിയുൽ അർബഈൻ, അദിയ്യത്തുൽ കർവാൻ, ആസിറു മഗ്രിബ് അല്ലെ, ഇതെല്ലാം ആസിർ മഗ്രിബ് ഒക്കെ അല്ലേ. ഓക്കെ, അദ്ദേഹത്തിന്റെ മറ്റു രചന അള്ളാഹ്, ഹഖായിഖുൽ ഇസ്ലാം, അൽ ഇസ്ലാം ഫിൽ ഖർനിൽ ഇശ്രീൻ, സാറ, പിന്നെ അബ്കരിയാത്ത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇതാണ് അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദിന്റെ രചനകളാണ്. അക്കാദ് നമ്മൾ ചർച്ച ചെയ്താണ് അഹമ്മദ് സാഹിബ്. ഓക്കെ, നമുക്ക് മദാഹിബുൽ അദബിയ അല്ലെ, അദബി സാഹിത്യത്തിലെ കുറെ മദാഹിബുകൾ ഉണ്ടല്ലോ, റോമാൻസിയ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. ആ റോമാൻസിയ മിനൽ മദാഹിബി താരിഖിയ ദീനിയ അദബിയ ഫിഖ്ഹിയ. നമുക്കറിയാം റോമാൻസിയ എന്ന് പറയുന്നത്, റൊമാൻറ്റിസം എന്ന് പറയുന്നത് എന്താണ്? അത് സാഹിത്യപരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. അപ്പൊ ആ റോമാൻസിയ എന്നുള്ളത് മിനൽ മദാഹിബിൽ അദബിയ എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, പിന്നെ ഇത്തിജാഹാത്തുകൾ ചോദിക്കാറുണ്ട്. ഇത്തിജാഹാത്ത് നമുക്കറിയാം, ക്ലാസിക്കി ഉണ്ട്, റൊമാൻസി ഉണ്ട്, വാക്കിഐ ഉണ്ട്, റംസി ഉണ്ട്, പിന്നെ ഷിറുൽ ഹുർ, ഇങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട് അല്ലെ. ഇതിന്റെയൊക്കെ പ്രത്യേകതകളെ കുറിച്ചിട്ടും ഇതിന്റെയൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു ബോധം ഉണ്ടാവണം. അത് എന്താണ് ക്ലാസിക്ക? ക്ലാസിക്ക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഉയർന്ന ആളുകള് ഉയർന്ന ലെവലിൽ ഒഫീഷ്യലായിട്ട് നല്ല ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതുന്ന പിന്നെ സാഹിത്യ രചനകളൊക്കെ ആയിരുന്നു ഈ ക്ലാസിക്ക എന്ന് പറഞ്ഞാൽ അല്ലേ. പക്ഷെ അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്തോളുന്നില്ല, ഉൾക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നല്ല ഭാഷ അറിയുന്ന ആള് നല്ല കടുകട്ടി വാക്കുകൾ മാത്രം ഉപയോഗിച്ച് പ്രസംഗിച്ച് അങ്ങനെ ഉണ്ടാവും, സാധാരണക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സംഭവമായിരുന്നു ഈ ക്ലാസിക്കൽ ഉണ്ടായിരുന്നത്. അപ്പോ ഒരു മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരു വൈകാരികപരമായ കാര്യങ്ങളും സാഹിത്യത്തിലേക്ക് വരണം എന്നൊരു തിയറിയുമായിട്ടാണ് റോമാൻസിയക്കാർ വന്നത്. ആ റോമാൻസിയക്കാർ എന്ത് ചെയ്തു? കൂടുതൽ വൈകാരിക ഇമോഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സാഹിത്യത്തിൽ കൊണ്ടുവന്നു. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഇവര് ഓവറാക്കാൻ തുടങ്ങി. ചെറിയ കാര്യങ്ങൾ പോലും നല്ല വൈകാരികപരമായിട്ട് ഓവറാക്കാൻ തുടങ്ങിയപ്പോഴാണ് വാക്കിയക്കാർ വരുന്നത്. അതായത് നമുക്ക് ഉള്ളത് പോലെ അവതരിപ്പിച്ചാൽ മതി, അല്ലാതെ കുറെ ഓവറാക്കി അവതരിപ്പിക്കണ്ട എന്ന ആശയത്തിലാണ് വാക്കിയക്കാർ വന്നത്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാലഘട്ടവും ഓരോ ഇത്തിജാഹാത്തുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ടാവണം. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ഇത്തിജാഹാത്തിന്റെ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. കാരണം നമ്മൾ കേട്ടിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ആണ്, കേട്ടിട്ട് അവസാനമല്ലല്ലോ. നെറ്റും ജാഫും പോലെ നമുക്ക് എക്സാമിന്റെ എൻഡിങ് അല്ല, കേട്ടിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. ഇനി PSC അതുപോലെ നെറ്റ് സെറ്റിനൊക്കെ ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഇത്തിജാഹാത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, അൽ മദാരിസുൽ അദബി നമുക്കറിയാം, കുറെ മദാരിസുൽ ഉണ്ടായില്ലേ, ജമാഅത്തു ദീവാനി, രണ്ടെണ്ണം കൂടെ പറയൂ സാറേ, ബാക്കിയുള്ള റംസിയും ബാക്കിയുള്ള ഇപ്പൊ എന്താ? റംസിയ എന്ന് പറഞ്ഞാൽ തന്നെ സിമ്പലാണ്. പിന്നെ നമ്മള് സിമ്പൽ ഉപയോഗിച്ചിട്ട് ആ രൂപത്തിലുള്ള പിന്നെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം. അതിന്റെ ആള് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? സഅദുല്ലാവനൂസോ ആരോ തോന്നുന്നുണ്ട് അതിന്റെ ഇതായിട്ട് അറിയപ്പെടുന്ന ആള്. റംസി. പിന്നെ ഷീറുൽ
സയദ് അക്കില്ലേ. ഓക്കെ. പിന്നെ ഷീറു തഫ്സീർ നമ്മൾ നേരത്തെ നമ്മൾ നാസിഖുൽ മലായിക്കന്റെ അവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് ഒരു കാഫിയൊന്നും ഇല്ലാതെ ഇപ്പത്തെ നമ്മളെ മലയാള കവിതകളൊക്കെ ഉണ്ടല്ലോ ആ സംഭവം. അതായത് പ്രത്യേക ഒരു കാഫിയോ അങ്ങനൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പോ ദർവേഷിന്റെ കവിതകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള ദർവേഷിന്റെ കവിതകളൊക്കെ ഷീറുൽ ഖുർആനാണ്. അതായത് അതിനെന്തുണ്ടാവില്ല, ഒരു പ്രത്യേക ഒരു സ്റ്റൈൽ ഉണ്ടാവില്ല, കാഫി അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവില്ല, ആശയങ്ങൾ ഉണ്ടാവും. അതാണ് ഷീറുൽ ഖുർ, നാസിഖുൽ മലായിക്ക, അതുപോലെ ബദർ ഷാക്കിർ സിയാബൊക്കെ പോലത്തെ ആളുകളൊക്കെ അതിന്റെ പിന്നെ കവികളായിരുന്നു. ഇങ്ങനെയുള്ള ഇത്തിജാദ് നീ ഇത് മാത്രമല്ല പിന്നെ ഓക്കെ ഓക്കെ ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ടുള്ളത്. പിന്നെ മദാരിസുൽ അദബിയ ഉണ്ടല്ലേ, അറിയാം. ജമാഅത്തു ദീവാൻ അല്ലെ, മദ്രസ് ദീവാന്, നമ്മളെ അക്കാദ്, മാദിനി, സിക്കരി ഇവരൊക്കെയുള്ള മദ്രസ് ദീവാൻ, അതിന്റെ സ്റ്റാർട്ടിങ് അതിനെ കുറിച്ച് അറിയണം. പിന്നെ അപ്പോളോയുടെ ആദ്യത്തെ നേതാവ് ആരായിരുന്നു, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ആരാ? അബുഷാദി. അല്ല, ഞാനിപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. നമ്മൾ അബുഷാദിനെയൊക്കെ ഡിസ്കസ് ചെയ്തോ? അഹമ്മദ് ഷൗക്കി, പിന്നെ അഹമ്മദ് ഷൗക്കിയാണ്. പക്ഷെ അഹമ്മദ് ഷൗക്കി ഇതായതിനു ശേഷം പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് നേതാവായിട്ട് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തത്, അബൂഷാദിനെ അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ റാബിത്തത്തുൽ കലമിയ ഉണ്ട്, നമുക്കറിയാം. ജിബ്രാന്, നിഖാൽ നൊയ്മ, ഇല്യാബു മാവി, പിന്നെ നമ്മളെ അബ്ദാദ് അല്ലെ, അബ്ദാദ് ഒക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെയുള്ള ആണ് റാബിത്തത്തുൽ കലമിയ. റാബിത്തത്തുൽ കലമിയ എന്നൊരു ചിന്ത ഉടലെടുത്ത വർഷം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആ ഒരു ഫിക്ര 1916, 4 വർഷം മുന്നേ. 16 4 വർഷം മുമ്പ്. ഓക്കെ. അങ്ങനെ ചോദ്യം എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഏതോ എക്സാം. എല്ലാവരും തെറ്റിച്ചു. 920 കൊണ്ടായിട്ടു. റാബിത്തുൽ കലമിയ കണ്ടപ്പോ 920 കൊണ്ടായിട്ടു. പക്ഷെ അതിന്റെ ഫിക്ര ചിന്ത തുടങ്ങിയത് 916 പിന്നെ സുബത്തുൽ ഉന്ദുലുസി ഉണ്ട്, അതിൽ പെട്ടതാണ് ആരൊക്കെ, നമ്മളെ റഷീദ് സലീം ലഖൂരിയൊക്കെ അല്ലെ, ആൾക്കാരല്ലേ. മാലൂഫ്, ഇല്ലാസ് ഫർഹാത്ത്, കുറച്ച് ആൾക്കാര്. പിന്നെ റാബിത്തത്തുൽ അദബിയ ഉണ്ട്. പിന്നെ റാബിത്തുൽ അദബിയാണ് പാരത്, ജോർജ് സയ്യിദ് അല്ലേ, ജോർജ് സയ്യിദ്. റാബിത്തത്തുൽ അദബിയ ജോർജ് സയ്യിദ് 1952 അങ്ങനെ എന്തോ അല്ലേ, 52 അല്ലേ, 50ഓ 49 വർഷത്തിലാണ്. 49 ഏകദേശം ആ ഒരു സമയത്താണ്. 49. അപ്പൊ ഏകദേശം എന്ത് ചെയ്യണം, ഈ 5 കാലഘട്ടം അതിന്റെ ആളുകൾ ആരൊക്കെയെന്നുള്ള അറിഞ്ഞിരിക്കണം. ഓക്കെ. അത്ര കേട്ടിട്ട് അറിഞ്ഞാൽ മതി. പിന്നെ നെറ്റിനൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം, ഓരോന്നിന്റെ പ്രത്യേകതകളും ഒക്കെ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ. അടുത്ത നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഇന്ത്യൻ ലിറ്ററേച്ചർ, അതിൽ അദബുൽ ഹിന്ദാണ്. ഓക്കെ. ഹുജ്ജത്തുല്ലാഹുൽ ബാലിയ, ഇതൊക്കെ നിങ്ങൾ കണ്ട് മടുത്തിട്ടുണ്ടാവും. ഹുജ്ജത്തുൽ ബാലിയ കിതാബിനല്ലഫു ആലിമുൻ ഹിന്ദിൻ, അതാണ് ഷാവരുല്ല. ഈ ഷാവരുല്ല ദഹലവി എന്ന് കേൾക്കുമ്പോ തന്നെ ആകെ ഓർമ്മ വരുന്ന കിതാബ് ഏതാണ്, ഈ ഹുജ്ജത്തുല്ലാഹുൽ ബാലിയാണ്. അപ്പൊ ഹുജ്ജത്തുല്ലാഹുൽ ബാലിയ നമ്മള് കേട്ടിട്ട് ബ്രൈറ്റ് അക്കാദമിന്റെ ക്ലാസ് അത്രയും വലിയ അക്ഷരത്തിൽ ചോദിച്ച ചോദ്യമാണ് അല്ലെ. ഷാവലിയുടെ റിയൽ നെയിം എന്താ സാറേ? ഷാവലുല്ലാഹിന്റെ റിയൽ നെയിം അഹ്മദ് ബിൻ അബ്ദുറഹീം. അബ്ദുറഹീം. അതെ, അബ്ദുറഹീം അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ അല്ലേ, മദ്രസു റഹീമിയൊക്കെ അല്ലെ. അഹ്മദ് ആവൂല്ലേ? അഹ്മദ് അല്ലേ? അഹ്മദ്. ഓക്കെ. അപ്പൊ ഹുജ്ജത്തുല്ലാഹുൽ ബാലിയ എന്നുള്ളത് പക്ഷെ അതിന്റെ മൗലൂ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അത് ഇതാണ്, ശരീഅത്തുൽ ഇസ്ലാമിയ, അലിൽ ഫൽസഫത്തു ശരീഅത്തുൽ ഇസ്ലാമിയ, അസ്റാറു ശരീഅ എന്നൊക്കെ അതിന്റെ മൗലൂ കാണാറുണ്ട്. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യുക, എക്സ്ട്രാ നോക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ നോട്ടിൽ കണ്ടോ, അത്രയും കൃത്യമായിട്ട് നമ്മളെ ക്ലാസ്സിൽ ചോദിച്ച ചോദ്യമാണ്. സ്വാഹിബ് കിതാബി ഹുജ്ജത്തുല്ലാഹുൽ ബാലിയ. ഓക്കെ. ഷാവലുല്ലാഹ് ദഹലവി അബുൽ ഫയ്യാദ് ഖുത്ബുദ്ദീൻ അഹ്മദ് ബിൻ അബ്ദുറഹീം. അബ്ദുറഹീം അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേരാണ്. മദ്രസു റഹീമിയൊക്കെ തുടങ്ങിയ ആളാണ്. ആര്? അദ്ദേഹത്തിന്റെ ഉപ്പ. മുഫസ്സിറാണ്, മുഹദ്ദിസാണ്, ഫഖീഹാണ്, മുതകല്ലിമാണ്, സൂഫിയാണ്, ഷായർ, എല്ലാതുമാണ് അല്ലെ. ഫലത്ത് എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിക്കുന്നത്, ഡൽഹിയിലെ ഫലത്തിൽ അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന് കുറെ ലക്കബുകളുണ്ട്. വസാലി ഹിന്ദ് ഉണ്ട്, പിന്നെ മുസ്നദുൽ ഹിന്ദ് ഉണ്ട്, ഇമാമുൽ മുജദ്ദിദ് ഉണ്ട്, പിന്നെ ഖുർആന്
ഉറുദുവിലേക്ക് ആദ്യമായി ഖുർആനെ ട്രാൻസ്ലേറ്റ് ചെയ്ത പിന്നെ ആളാണ് ആര്? പിന്നെ ഷാവുൽ ദഹ്ലവി. ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് അദ്ദേഹത്തിന്റെ നിസ്ബ എത്തുന്നുണ്ട്, പരമ്പര എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് കുറെ മുഅല്ലഫാത്തുകളുണ്ട്. അതില് പിന്നെ ഒരു അർബഈന് കിതാബുണ്ട്. പിന്നെ ലഹു അർബഈന് കിതാബ് അദ്ദേഹത്തിന് സൗണ്ട് പോയി സാറേ. ഇവിടെ ഷെയറിങ്ങിലുണ്ടല്ലോ. അതിന്റെയൊക്കെ കോള് വന്നിട്ടാണ്. അത് ഞാൻ കോള് കട്ടാക്കാൻ പോയാൽ ആകെ സ്ക്രീൻ ഇതാവും. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്താണ്. അദ്ദേഹത്തിന് 40 കിതാബുണ്ട്. അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുൽ ബാലിഗ ഈ ആറാർന്നിട്ടുള്ളത് എപ്പോഴും റിപ്പീറ്റ് വന്നുകൊണ്ടാണ് കേട്ടോ. അതിന്റെ മൗലൂ എന്ന് പറഞ്ഞാൽ അസ്റാറു ശരിയാലിൽ ഫൽസഫ തശ്രീഫ് ഇസ്ലാമി എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു അൽ ഫൗസുൽ കബീർ. അത് ഫത്തുഹുർ റഹ്മാനാണോ ആ ബുക്ക്? അറിയോ? ഏതാണ് ഏതാണ്? ഖുർആന് തർജ്ജമ ചെയ്ത് ഫതഹുർ റഹ്മാൻ. ആ, ഉറുദുവിലേക്കല്ലേ? ആ യെസ് യെസ് യെസ്, അതന്നെയാണ് ഫൗസുൽ കബീർ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രചനയാണ്. മുസവ്വ ഉണ്ട്, മുസഫ ഉണ്ട്. ഇത് പഠിക്കാൻ സുഖമാണ്. മുസഫ എന്നുള്ളിൽ ഫാ ഉള്ളത് കൊണ്ട് ഫാരിസിയിൽ എഴുതിയതാണ്. പിന്നെ മുസവ്വ എന്നുള്ളത് അറബിയിൽ എഴുതിയാണ്. രണ്ടും ഒരേ സംഭവമാണ്. മുവത്തതിന്റെ തഫ്സീറുള്ളത്. തഫ്സീർ മുവത്താണ്, അതിന്റെ ഷറഹാണ്. പക്ഷെ മുസവ്വ അറബിയിലാണ്, മുസഫ ഫാരിസിയാണ്. മുസഫ പഠിച്ചാൽ മതി. ഫാ എന്നുള്ളത് ഫാരിസിയാണെന്നുള്ളത്. ഓക്കെ. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്. നമ്മുടെ ഇന്ത്യ അറബിക്ക് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഷാവാലുദ്ദ കഴിഞ്ഞിട്ട് പഠിക്കേണ്ട ഒരാളാണ് അബുൽ ഹസൻ നദ്വി അല്ലെ. മുസ്ലിമൂന ഫിൽ ഹിന്ദ് എഴുതിയത് ആരാണ്? അബുൽ ഹസൻ അലി നദ്വിയാണ്. വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അദ്ദേഹം മുഫക്കറാണ്, ഇസ്ലാമി പണ്ഡിതനാണ്. 1914 ജനിക്കുന്നത്. അദ്ദേഹം റായ്ബറയിലാണ് പിന്നെ അദ്ദേഹം ജനിക്കുന്നത്. 1999 മരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുൽ ഹൈ ലസനി, നമുക്കറിയാം. അബ്ദുൽ ഹൈ ലസനി വളരെ പ്രസിദ്ധമായ എഴുത്തുകാരനാണ്. നമ്മുടെ ഇബ്നു ഖല്ലിഖാനിൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന ആളാണ്. നുസ്ഖത്തുൽ ഖവാത്തിർ പോലെയുള്ള പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയ ആളാണ് നമ്മുടെ അബുൽ ഹസൻ നദ്വിയുടെ ഉപ്പ അബ്ദുൽ ഹൈ ലസനി അല്ലെ. ഇദ്ദേഹത്തിന്റെ ലക്കബാണ്, അബുൽ ഹസൻ ലക്കബാണ് അലി മിയ എന്നാണ് അദ്ദേഹത്തിന്റെ ലക്കബ്. ഏതൊരു എക്സാമിന് അബുൽ ഹസൻ നദ്വി എന്ന് കൊടുക്കാതെ പിന്നെ അലി മിയ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ലക്കബുകളും നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഓക്കെ അല്ലെ. അതുപോലെ മലിക് ഫൈസൽ അവാർഡ് 1950 അദ്ദേഹം നേടി. ഈ നേടിയ ആദ്യത്തെ ഇന്ത്യൻ പൗരനാണ് ആര്? നമ്മുടെ അബുൽ ഹസൻ നദ്വി. ഓക്കെ. അദ്ദേഹത്തിന്റെ രചനകളാണ് മാതാ ഖസ്റുൽ ആലം ബിൻ ഹിതാത്തിൽ മുസ്ലിമീൻ. വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അത് മുസ്ലിമീങ്ങൾ ഇല്ലാതെ ആയാലും ലോകത്ത് എന്ത് പരാജയമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്രന്ഥമാണ്. പിന്നെ ഖസസുൻ നബിയ്യീൻ ഉണ്ട്, റിജാൽ ഫിക്രി വദ്ദഅവത്തി ഫിൽ ഇസ്ലാം ഉണ്ട്, അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് ഉണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകളാണ്. അത്വരീഖു ഇലൽ മദീന ഉണ്ട്, അൽ ഖാദിയാനി വൽ ഖാദിയാനിയ, അൽ അർക്കാനുൽ അർബഅ, അൽ അസ്മഇയാത്ത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഓക്കെ. അടുത്തത് നമ്മളെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാറേ എങ്ങനെ? ഖസസുൻ നബിയ്യീന് അതുമ്മ താരീഖ് എഴുതിയ പോലെ. ആ അതിന്റെ മൗലൂ താരീഖ് തന്നെയല്ലേ? ആ താരീഖിലുള്ള ഗ്രന്ഥാണ് ഖസസുൻ നബിയ്യീൻ. നെയ്മാരൊക്കെ കഥകളാണ്. അത് എന്താണ് ചരിത്രം തന്നെ അല്ലേ, അതുകൊണ്ട് കൊടുത്താണ്. ഓക്കെ. നമ്മൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കിതാബ് മഷ്ഹൂറും ഫി താരീഖ് കേരള. സിമ്പിൾ ആണല്ലോ അല്ലെ. നമുക്കതാണ് തുഖ്ഫത്തുൽ മുജാഹിദീൻ ആണ്. കേരളത്തിനായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം കൂടിയാണ്. കേരള ചരിത്രത്തിനെ പറ്റി പറയുന്ന തുഖ്ഫത്തുൽ മുജാഹിദീൻ. സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയതാണ് അല്ലെ, തുഖ്ഫത്തുൽ മുജാഹിദീൻ. ഇത് കാറ്റഗറി 3ക്ക് ചോദിച്ചത് എങ്ങനെയാണ്? താരീഖു കേരളയിലെ മഷ്ഹൂർ ആയിട്ടുള്ള കിതാബ് ഏതാണെന്ന് ചോദിച്ചത് തുഖ്ഫത്തുൽ മുജാഹിദീൻ. കാറ്റഗറി 4 എന്താ ചോദിച്ചത്? തുഖ്ഫത്തുൽ മുജാഹിദിന്റെ മുഅല്ലിഫ് ആരാണെന്നുള്ളത്. ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂം. ഓക്കെ. സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറാണ്, മാഹിയിലാണ് ജനിക്കുന്നത്, ചോമ്പാൽ അല്ലെ. അദ്ദേഹം പിന്നെ മസ്ജിദുൽ ജാമിയ
36 വർഷം അദ്ദേഹം എന്തായിരുന്നു, മുദരിസായിരുന്നു. അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തിലാണ് ഖുറത്തുൽ ലൈൻ. ഫത്തുഹുൽ മുഈൻ ഉണ്ടല്ലോ, ഫത്തുഹുൽ മുഈൻ ഖുറത്തുൽ ലൈനിന്റെ ഷറഹാണ് ഫത്തുൽ മുഈൻ. അപ്പൊ ആദ്യം അദ്ദേഹം ഖുറത്തുൽ ലൈനാണ് എഴുതിയത്. കിതാബുൽ ഫിഖ്ഹി അല മദ്ഹബി ഇമാം ഷാഫി മദ്ഹബിലുള്ള ഫിഖ്ഹി ഗ്രന്ഥമാണ് ഖുറത്തുൽ ലൈൻ. ഈ ഖുറത്തുൽ ലൈനിന്റെ ഷറഹായിട്ടാണ് ഫത്തുഹുൽ മുഈൻ എഴുതിയിട്ടുള്ളത്. ഫത്തുഹുൽ മുബീൻ അറിയോ? ഫത്തുഹുൽ മുബീൻ. അലി മുഹമ്മദ്. ഓക്കെ, അത് അലി മാറിപ്പോയത്. മുഹമ്മദ്. ഓക്കെ, ഫത്തുൽ മുഈന്റെ ഓക്കെ മാറിപ്പോയത്. ഇർഷാദുൽ ഇബാദ് ഫീ സബീൽ റഷാദ് ഉണ്ട്. പിന്നെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ കിതാബ് ഫി താരിഖ്, അതൊരു ചരിത്രപരമായിട്ടുള്ള ഗ്രന്ഥമാണ്. അദബുൽ മുക്കാവമയാണ്. ഒരു എന്തായിരുന്നു, അന്നത്തെ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള ഒരു പോരാട്ടം അല്ലെ. സത്യം പറഞ്ഞാല് ഈ ഗ്രന്ഥമൊക്കെയാണ് ശരിക്കും നമ്മളെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം തന്നെ ആയിട്ട് ഇതൊക്കെ ഉൾപ്പെടുത്തണം. കാരണം എന്താ വെച്ചാല് ഈ പോർച്ചുഗീസുകാർക്കെതിരെ ഈ ബുക്ക് 4 ഫസലുകളാണ്. അതില് പിന്നെ ഒന്നാമത്തെ ഫസല് പറയുന്നത് എന്താ പറയുക, നമ്മളെ ജിഹാദിന്റെ മഹത്വത്തെ പറ്റിയിട്ടും ജിഹാദ് ചെയ്ത് നമ്മളെ രാജ്യത്തിന് വേണ്ടി ഷഹീദായാലും അല്ലെങ്കിൽ ജിഹാദ് ചെയ്തിട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പിന്നെ കൂലിയും അങ്ങനെ സവാബും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. അത്രക്കും പിന്നെ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ വേണ്ടി ജനങ്ങളെ പ്രാപ്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇത്, ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നുള്ളത്. അത് 4ഓളം പിന്നെ കിസ്മുകളാണ് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അവ്വൽ കിതാബിൻ സുന്നിഫ ഫി താരിഖ് കേരള വാഹിദു മിൻ അബ്നായ, അതായത് കേരളക്കാരൻ കേരളത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള, കേരളത്തിലെ ചരിത്രത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ആദ്യ കിതാബാണ് ഏത്, തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നുള്ളത്. മഖ്ദൂം സ്വഹീറാണ്. ഓക്കെ, അടുത്ത കേരളം ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യമാണ് അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ വ തതവ്വുറാത്തിഹ ഫി സിബിൽ ഖാറത്തുൽ ഹിന്ദിയ കിതാബുൻ അല്ലഫഹു. ഇത് കിതാബ് എന്നല്ല, ഇതൊരാളെ റിസർച്ച് ആയിരുന്നു അല്ലെ, ഇതൊരാളുടെ റിസർച്ച് പേപ്പർ കൂടിയാണ്. ഇതാരെ എഴുതിയതാണ്? കിതാബുൻ അല്ലഫഹു അറിയാം, ഡോക്ടർ മുഹീദ്ദീൻ ആൽവായി എഴുതിയാണ്. ഡോക്ടർ മുഹീദ്ദീൻ ആൽവായി സാഹിത്യകാരനാണ്, മുഅല്ലിമാണ്, കാത്തിബാണ്, മുത്തറജിമാണ്, കുസ്തി ജേർണലിസ്റ്റ് ഒക്കെയാണ്. അദ്ദേഹം വെളിയത്തുനാട് എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. ആലുവയിലെ വെളിയത്തുനാടില് അദ്ദേഹം കൈറോ ജാമിയത്തുൽ അസ്ഹറിൽ പോകുന്നുണ്ട് 1950. അങ്ങനെ സൗത്തുൽ ഹിന്ദ് എന്നൊരു മജല്ലയുണ്ട്. ഈ സൗത്തുൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ ചിലപ്പോ എല്ലാവരും ഈ സൗത്തുൽ ഹിന്ദ് എന്നുള്ളത് ഈ കൈറോയിലെ ഒരു എന്താണ് മജല്ലയാണ്. ഇത് ഏതൊരു എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൗത്തുൽ ഹിന്ദ് പബ്ലിഷ് ചെയ്യണ അവിടെയാണ് അല്ല നമ്മളെ ഇന്ത്യയിൽ ഉള്ള ഒരു എന്തല്ല മജല്ലയല്ല. അതിന്റെയൊക്കെ ചീഫ് എഡിറ്റർ ആയിരുന്നു നമ്മുടെ മുഹീദ്ദീൻ ആൽവായി. അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നെ നുസ്രത്ത് മക്കാലാത്തുഹു ഫി മജാലാത്തിൽ മജ്ലിസുൽ ഹിന്ദി, ഇന്ത്യക്കാരുടെ മജ്ലിസിലൊക്കെ അദ്ദേഹത്തിന്റെ മക്കാലകൾ എന്തായിട്ടുണ്ട്, പിന്നെ ഈ മജ്ലിസ് ഹിന്ദി അലാഖാത്തി സക്കാഫി അക്കാദമി അദബിൽ ഹിന്ദി, അതായത് പിന്നെ അദ്ദേഹത്തിന്റെ മക്കാലകളൊക്കെ എന്തായിട്ടുണ്ട്, വ്യത്യസ്ത ഇതിലൊക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം 1971 അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടും, ജാമിയത്തുൽ അസ്ഹറിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടും. അദ്ദേഹത്തിന്റെ തിസീസിന്റെ ഒരു ടൈറ്റിലാണ് ഏത്, നമുക്ക് ഈ TYക്ക് ചോദിച്ചിട്ടുള്ള അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ വ തതവ്വുറാത്തിഹ ഫി ശിബിൽ ഖാറത്തുൽ ഹിന്ദിയ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ മുഹീദ്ദീൻ ആൽവായി എന്ന് പറയുമ്പോഴേ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭവമാണ് ഏത്, ഈ അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ വ തതവ്വുറാത്തിഹ ഫി ശിബിൽ ഖാറത്തുൽ ഹിന്ദിയ എന്നുള്ളത്. അപ്പോ അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അദ്ദേഹം പിന്നെ ആലുവയിലൊരു അസ്ഹറുൽ ഉലൂം കോളേജൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അദബുൽ ഹിന്ദിയിൽ മുഅസ്സിറാണ്. അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ തതവ്വുറാത്തിഹ ഫി ശിബിൽ ഖാറത്തുൽ ഹിന്ദിയ ചെമ്മീൻ എന്ന ഒരു മലയാള നോവല് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ഇവിടെ ഇയാള്. തർജമ ഷമീൻ ഇൽ അറബിയ, തർജമ അൽ ഹിന്ദു ലി അൽ ബിറൂനിയുടെ അൽ ഹിന്ദ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളും ആരാണ്, ഇയാളാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത്രയും ഡിസ്കസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാല് ഏറ്റവും എല്ലാ മേഖലയിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. അല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, ഒരു ഡീപ്പായിട്ടുള്ളൊരു സംഭവങ്ങള് ചോദിച്ചിട്ടില്ല കേട്ടറ്റിന്. അപ്പോൾ കേട്ടറ്റൊക്കെ ഈ എക്സാമിനൊക്കെ വന്ന ചോദ്യം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പിന്നെ ആൻസർക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ 1-2 മാർക്കിന് മിസ്സായ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത എക്സാമിന് എങ്ങനെ ഒരുങ്ങണം എന്നുള്ള ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പഠിക്കുക. അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, എല്ലാവരെ കുറിച്ചും ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് പോയാൽ മതി. ഇത് നേരെ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവരും പഠിക്കാനിരിക്കും, ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും,
എന്നിട്ട് പ്രധാനപ്പെട്ട കുറെ പോയിന്റ് ഇവർ മിസ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റിൽ പഠിച്ചതിന് ശേഷം മാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് പോയാൽ കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റും നെറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേ മതിയാവും. ഓക്കെ, അപ്പോ ഇത്ര നേരം പിന്നെ സഹകരിച്ച എല്ലാവർക്കും ശുക്രൻ ലീസിന് ഇസ്തിമാഇക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.